തന്നെ അവഗണിക്കുന്നുവെന്നും കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്നും ഡെപ്യൂട്ടി മേയർ. കൗൺസിലിൽ മേയർക്കും ഭരണപക്ഷത്തിനുമെതിരെ പൊട്ടിത്തെറിച്ച് ഡെപ്യൂട്ടി മേയർ. മേയറും സംഘവും റഷ്യയിലേക്ക് പോയത് താൻ അറിഞ്ഞില്ലെന്നും തന്നോട് കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്നും പറഞ്ഞാണ് ഡെപ്യൂട്ടി മേയർ ML റോസി പൊട്ടിത്തെറിച്ചത്. കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഞെട്ടിച്ചാണ് ഇടതു സ്വതന്ത്രയായ ഡെപ്യൂട്ടി മേയർ ML റോസി അപ്രതീക്ഷിതമായി മേയർക്കെതിരെ പറഞ്ഞത്. മേയർ MK വർഗീസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തി, സെക്രട്ടറി VP ഷിബു, സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ് എന്നിവർ തമ്മിലാണ് ചർച്ചകൾ നടത്തുന്നത്. ഡെപ്യൂട്ടി മേയറായ തനിക്കോ മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അനുമതിയില്ല എന്നും റോസി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മേയറെ ചുമക്കാൻ നാണമില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഭരണപക്ഷത്തോട് ചോദിച്ചു. തൃശൂരിലെ തോൽവി സംബന്ധിച്ച് CPI ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആരോപണം ഉന്നയിച്ചിട്ടും എങ്ങനെയാണ് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM-ന് മേയറെ ചുമക്കാൻ കഴിയുന്നത്? നാണമില്ലേ എന്നും അന്തസ്സുണ്ടെങ്കിൽ പിന്തുണ പിൻവലിച്ച് മേയറെ മാറ്റണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. മേയർ BJP-യിലേക്കെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം BJP-യിലേക്ക് ആർക്കും വരാം, മേയർക്ക് എന്നല്ല എല്ലാവർക്കും BJP-യിലേക്ക് വരാമെന്നും BJP കൗൺസിലർ V ആതിര പറഞ്ഞു. കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ഇല്ലെന്ന് മേയറും വർഗീസ് കണ്ടംകുളത്തെയും തിരിച്ചടിച്ചു. 71 ദിവസത്തിനു ശേഷമാണ് തൃശൂർ കോർപ്പറേഷനിൽ വീണ്ടും കൗൺസിൽ കൂടിയത്. കറുപ്പ് വസ്ത്രമണിഞ്ഞ പ്രതിഷേധവുമായാണ് UDF കൗൺസിലർമാർ കൗൺസിലിൽ എത്തിയത്.